ഹലോ, നമ്മുടെ ഓണം ഇങ്ങ് വന്നെത്തിയല്ലേ. ഓണത്തിന് വയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു സാമ്പാർ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പരിപ്പ് കഴുകിയെടുത്ത് ചുവന്നുള്ളിയും ചേർത്ത് ഉപ്പുമായിട്ട് അത് ഒരു കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ച് വേവിക്കാൻ വെക്കുക. നമ്മളിവിടെ കുക്കർ പരിപ്പ് വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിപ്പും ഉള്ളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. മുരിങ്ങക്കോല്, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, പച്ചമുളക്, ഇത്രയും കഷ്ണം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിനകത്ത്. അതും കൂടെ ഇട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെക്കാം. നമ്മുടെ കഷ്ണങ്ങൾക്ക് വിസിൽ വരുന്നുണ്ട്. ആ സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാം നന്നായിട്ട്. അതുപോലെ തന്നെ അത് മാറ്റിയ ശേഷം നമുക്ക് തക്കാളിയും അതുപോലെ ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ഒരു 4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ വെള്ളത്തിൽ നനച്ച് എടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ തിളപ്പിക്കാനായിട്ട് വെക്കാം. സാമ്പാർ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. കുറച്ച് കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ആയി വന്നതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടാതെ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. കൂടാതെ നമ്മുടെ സാമ്പാറിലേക്ക് ഒരല്പം ടേസ്റ്റിന് വേണ്ടി ഒരല്പം പഞ്ചസാര, ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിൽ ഞാൻ പുളി ചേർക്കാത്തത് ഞാൻ 3 തക്കാളികൾ എടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.